ലഞ്ച് ബോക്സ് റെസിപ്പി ആയാലും അപ്പോൾ ഇന്ന് മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവോള, മഷ്റൂം, ഒരു ഗാർലിക്, 2-3 ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ക്യാപ്സിക്കം, പിന്നെ ഏത് റൈസാണോ അത്, ഞാൻ സെല്ല റൈസാണ്. അപ്പോൾ അതും പിന്നെ മുട്ട ചിക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ റൈസ് വേവിക്കാൻ വെക്കാം. ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും പിന്നെ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുക. ബട്ടർ സ്കിപ്പ് ചെയ്യല്ലേ, കാരണം മഷ്റൂം ആയതുകൊണ്ട് ബട്ടർ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഈ മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ബട്ടർ ഇടാൻ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിട്ടതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗാർലിക് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറും. അപ്പോൾ ആ വെള്ളമൊക്കെ ഊറി മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് പിന്നെന്താ അതിൽ നിന്ന് ബട്ടർ നന്നായിട്ട് തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഒണിയനും ഒന്ന് വഴണ്ട് പോകണ്ട, ഒന്ന് ആ പച്ചച്ചൊവയൊക്കെ മാറുമ്പോഴത്തേക്കും ക്യാപ്സിക്കം എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇവിടെ മോൾക്ക് കുഴപ്പമില്ല, രണ്ടാൾക്കും കുഴപ്പമില്ല കേട്ടോ, രണ്ടാളും കഴിക്കും. ഇപ്പോൾ ക്യാപ്സിക്കം ഇടാൻ താല്പര്യമില്ല, പിള്ളേർ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ബീൻസോ ക്യാരറ്റോ എന്താണെന്ന് വെച്ചാൽ ഇടാം. പക്ഷേ ഇത് മഷ്റൂമിൻ്റെ ഒരു ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വെജിറ്റബിളൊന്നും ഞാൻ ആഡ് ചെയ്യാത്തത്. നോർമലി ഉണ്ടാക്കുമ്പോഴത്തേക്കും മറ്റ് ഫ്രൈഡ് റൈസിലൊക്കെ ബീൻസും ക്യാരറ്റും ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് റൈസ്, വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. നമ്മൾ തലേന്ന് റൈസ് വേവിച്ച് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും നെക്സ്റ്റ് ഡേ നമുക്ക് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് കുക്ക് ചെയ്തത്. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ട ചിക്കി ചെയ്തിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിത് ചിക്കനൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് സ്പ്രിംഗ് ഓണിയനും സെലറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതായിരുന്നു, മഷ്റൂം ഫ്രൈഡ് റൈസ്. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കുഞ്ഞാൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് പാൻ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഏത്തപ്പഴം, ഒരു ഫുൾ നേന്ത്രപ്പഴം, പിന്നെ 3 ഡേറ്റ്സ്, ഒരു 3 നട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് റാഗി പൗഡർ കേട്ടോ. റാഗി പൗഡറോ വീറ്റ് പൗഡറോ എന്തെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഓപ്ഷനും എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് പാൽ. പക്ഷേ ഈ 1/4 കപ്പിലും പിന്നെ ഇച്ചിരി കൂടെ പാൽ എനിക്ക് ഒഴിക്കേണ്ടി വന്നു, കാരണം ഇങ്ങനെ ഒരു കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ വേണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പാൻ കേക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് നന്നായിട്ട് തടവി കൊടുത്തിട്ട് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് പരത്തണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കട്ടിക്ക് നിൽക്കണം. എന്നിട്ട് സ്ലോ കുക്ക് ചെയ്ത് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പാൻ കേക്ക് ഫ്ലോപ്പായി പോവും. സ്ലോ കുക്ക് ചെയ്ത് ക്ഷമയോടുകൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ അത്രയും നല്ലത്. കുക്ക് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെയ്യ് തടവി കൊടുക്കുക. ലാസ്റ്റ് തേൻ വേണമെങ്കിൽ ഓപ്ഷനിലാട്ടോ, വേണമെങ്കിൽ ഒഴിക്കാം. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയുള്ളൂ. ടാറ്റ, ബൈ, സീ യു.